പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന അധ്യായത്തിൽ നിന്നും വിവിധ രീതികളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാൽ ഇപ്പോഴും കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു റിവിഷൻ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണ്. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O is the center. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. OA is equal to AB ആയാൽ ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ AOB യുടെ അളവെന്ത്. Then second question, find the angle ACB. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യനില് O is the center and OA is equal to AB. OA is equal to AB. OA is equal to AB. ഞാൻ സർക്കിൾസ് എന്ന അധ്യായം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാണ്, രണ്ട് റേഡിയസുകൾ വരച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ തീർച്ചയായിട്ടും ആയിരിക്കുമെന്ന് പറഞ്ഞു അല്ലെ. രണ്ട് റേഡിയകൾ OA ആൻഡ് OB ആർ റേഡിയ. OAയും OBയും റേഡിയസ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. ഈ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. ആൻഡ് ഓൾറെഡി ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് തന്നിരിക്കുന്നു OA സമം AB എന്നും തന്നിരിക്കുന്നു. സോ ഇൻ ദിസ് ഫിഗർ, ഈ ചിത്രത്തിൽ OA ഈസ് ഈക്വൽ ടു OB ആകാൻ കാരണം റേഡിയയാണ്. ആൻഡ് OA ഈസ് ഈക്വൽ ടു AB ആകാൻ കാരണം എന്താണ്? ഗിവൺ തന്നിട്ടുള്ള കാര്യമാണ്. Therefore, three sides of this triangle are equal. അതുകൊണ്ട് this triangle is an equilateral triangle. മൂന്ന് വശങ്ങളും തുല്യമായതിനാൽ ഇതൊരു സമഭുജ ത്രികോണമാണ്. Therefore, triangle OAB is an equilateral triangle. സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. 3 sides are equal and 3 angles are equal. മൂന്ന് കോണുകളും ഈക്വൽ ആണ്, 60 ഡിഗ്രി വീതമാണ്. ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഓരോ കോണും 60 ഡിഗ്രി വീതമാണ്. Therefore, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ AOB എന്നുള്ളതാണ്. ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. Then question B is to find angle ACB. കോൺ ACB എത്രയെന്ന ചോദ്യം. ACB നമുക്കറിയാം, ഇത് 60 ആണെങ്കിൽ ഇത് 60യുടെ ഹാഫ് 30 ഡിഗ്രി ആയിരിക്കും. 60/2 is equal to 30 ഡിഗ്രി. ഇതിന് റീസൺ ബ്രാക്കറ്റിൽ എഴുതാം. ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക്. ചാപത്തിലെ കോണിന്റെ അളവ് ശിഷ്ടചാപത്തിന്റെ കേന്ദ്ര കോണളവിന്റെ പകുതിയായിരിക്കും എന്നുള്ള കാര്യം എഴുതാം. ഇവിടെ ഈ ഫിഗറിൽ ഈ വരച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇങ്ങനെ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആയാലും ഇത് 30 തന്നെ ആയിരിക്കും. ആ ഫിഗർ ഇത് ഇങ്ങനെ വന്നാലും ഇതും 30 ആയിരിക്കും. ആ കാര്യം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക. മനസ്സിലായല്ലോ? ഇനി ഇത് കൂടാതെ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിളും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, എന്നിട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് 180 - 30 ദിസ് ആംഗിൾ ഈസ് 150 ഡിഗ്രി എന്നും വരുന്ന ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ചിത്രത്തിൽ ആംഗിൾ QPR 30 ഡിഗ്രി, ആംഗിൾ PSQ 50 ഡിഗ്രി, ആംഗിൾ PRS 20 ഡിഗ്രി. ഇൻ ദ ഫിഗർ സം ആംഗിൾസ് ആർ ഗിവൺ. ഫൈൻഡ് ഈ 4 ആംഗിൾസ്, കോണളവുകൾ നമുക്ക് കണ്ടെത്തണം. അതാണ് ചോദ്യം. അപ്പൊ ചിത്രത്തിൽ തന്നിരിക്കുന്ന അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി. QPR എന്നത് 30, ഇത് 50, ഇത് 20, PRS 20 എന്നൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ചോദ്യത്തിൽ ഡയമീറ്റർ എന്നോ സെന്റർ എന്നോ പറഞ്ഞിട്ടില്ല എങ്കിൽ സെമി സർക്കിൾ എന്ന് എടുക്കാൻ നോക്കണ്ട കേട്ടോ. അങ്ങനെ സെന്റർ എന്നോ സെമി സർക്കിൾ എന്നോ ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, we can draw many angles in an arc and angles in the same segment are same എന്നുള്ള ഒരു പ്രോപ്പർട്ടി. ഒരേ സെഗ്മെന്റിൽ വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ. രണ്ടാമത്തെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് സപ്ലിമെന്ററി. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നാമത്തത്, ഈ PSQ എന്ന് പറയുന്ന ഒരു ആംഗിൾ 50 ആണെങ്കിൽ, ആംഗിൾ PSQ എന്നത് 50 ആണെങ്കിൽ, PSQ ഞാൻ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ്, പിയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന ആംഗിൾ ആണ് PSQ എങ്കിൽ P തുടങ്ങി ക്യൂവിൽ അവസാനിപ്പിച്ച് പറയാവുന്ന മറ്റ് ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ വെർട്ടെക്സ് സർക്കിളിലായിരിക്കണമെന്ന് മാത്രം. അല്ലാതെ സെന്ററിലേക്ക് കയറരുത്. സെന്ററിലേക്ക് കയറിയാൽ ഇരട്ടിയാവും. അപ്പോൾ PSQവും അതുപോലെ
പി ആർ ക്യൂവും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് പി ആർ ക്യൂ ഈസ് ഓൾസോ 50 ഡിഗ്രി. ആംഗിൾ പി ആർ ക്യൂ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, ആംഗിൾ പി ആർ ക്യൂ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഒന്നാമത്തെ ആൻസർ ആയി. മനസ്സിലായല്ലോ. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കും ക്യു എസ് ആറിന്റെ കാര്യം പറഞ്ഞിട്ട്. ക്യു എസ് ആർ കാണാനാണ്. ക്യു എസ് ആർ കാണാനാണ്. അപ്പോ നമ്മൾ ക്യൂവിൽ തുടങ്ങി ആറിൽ അവസാനിക്കുന്ന ആംഗിൾസ്, ക്യൂവിൽ തുടങ്ങി ആറിൽ അവസാനിക്കുന്നത് ആംഗിൾ ക്യു പി ആർ, ഗിവൺ ദാറ്റ് ആംഗിൾ ക്യു പി ആർ 30, ആംഗിൾ ക്യു പി ആർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്യു പി ആറും ക്യു എസ് ആറും ക്യു ഏതെങ്കിലും ഒരു സർക്കിളിൽ വെർട്ടെക്സ് വരുന്ന ഒരു പോയിന്റും ആറും എല്ലാം ഈക്വൽ ആയിരിക്കും. സോ ക്യു പി ആറും ക്യു എസ് ആറും എത്ര വീതം? 30 ഡിഗ്രി ഈച്ച്. സോ ക്യു എസ് ആർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്യു പി ആറും ക്യു എസ് ആറും 30 ഡിഗ്രി വീതമാണ്. സോ ഇത് കിട്ടി. ദെൻ തേർഡ് പി ക്യു എസ്. പി ക്യു എസ് എന്ന് പറഞ്ഞതിലെ പി ക്യു എസ്, പി ക്യു എസ് എന്തിന് തുല്യമായിരിക്കും? പി ആർ എസിന് തുല്യമായിരിക്കും. സോ സി ക്വസ്റ്റ്യൻ ആയിട്ട് ആംഗിൾ പി ആർ എസ്, ഗിവൺ ദാറ്റ് ആംഗിൾ പി ആർ എസ് ഈസ് 20 ഡിഗ്രി. പി ആർ എസ്. സോ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി, പി ആർ എസും പി ക്യു എസും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. കണ്ടോ, ഇതിന്റെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്ററുകള് ലാസ്റ്റ് ലെറ്റർ സെയിം ആയിരിക്കും. സെന്ററിൽ പറയുന്ന ലെറ്റർ എന്ന് പറയുന്ന ആർക്കിലെ ഒരു പോയിന്റ് ആയിരിക്കും. അതേസമയം ക്യൂ മാറി ഓയിലേക്ക് സെന്ററിലേക്ക് കയറുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി 40 ആകുമെന്നാണ് പറഞ്ഞത്. പി ഒ എസ് ഇവിടെ ഇല്ല. ഒ എന്ന് പറയുന്ന സെന്റർ ഉണ്ടെങ്കിൽ പി ഒ ചേർത്ത എസ്, പി ഒ എസ് പറയുകയാണെങ്കിൽ ഇരട്ടിയാവും, 20 ഇരട്ടിയാവും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ദെൻ ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഡി എസ് ക്യു ആർ കാണാനാണ്. എസ് ക്യു ആർ, എസ് ക്യു ആർ എന്തിനു തുല്യമായിരിക്കും? എസ് പി ആറിന് തുല്യമായിരിക്കും. കണ്ടോ, ഇവിടെ എസ് ക്യു ആർ കാണാൻ എസ് പി ആർ കണ്ടെത്തിയാൽ മതിയാവും. എസ് പി ആർ എങ്ങനെ എസ് പി ആർ കണ്ടെത്തും? നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കാം. ഈ മുകളിൽ കാണുന്ന ട്രയാങ്കിൾ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി നമുക്ക് അറിയുള്ള കാര്യമാണ്. സോ ഡി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇൻ ട്രയാങ്കിൾ പി എസ് ആർ, പി എസ് ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ആംഗിൾ എസ് 50, 30, 80 ആണ്. ആംഗിൾ ആർ എന്ന് പറയുന്നത് 20 ആണ്. 70 അല്ല. കാര്യം എന്താ? പി എസ് ആറിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ ട്രയാങ്കിളിന്റെ കാര്യം മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇത് 50 + 30 80. ഇത് എത്ര? ആർ 20 ആണ്. സോ ആംഗിൾ പി എത്രയാണ്? ആംഗിൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് പി ആർ. ആംഗിൾ എസ് പി ആർ എത്രയാണ്? 180 - 80 + 20. 180 നിന്ന് 80ഉം 20ഉം അതായത് 100 കുറച്ചാൽ എത്ര? ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. 80 ഡിഗ്രി ഏത്? എസ് പി ആർ. എസ് പി ആർ 80 ഡിഗ്രി എന്ന് കിട്ടി. എസ് പി ആർ 80 ആണെങ്കിൽ therefore എന്ത്? എസ് ക്യു ആർ, ആംഗിൾ എസ് ക്യു ആർ ഇസ് ഈക്വൽ ടു എസ് ക്യു ആറും എത്ര തന്നെയായിരിക്കും? 80 ഡിഗ്രി തന്നെയായിരിക്കും. 80 ഡിഗ്രി. ഇതിനെല്ലാത്തിനും കാരണമായിട്ട് നമുക്ക് പറയാവുന്ന എന്താണ്? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യമാണ് എന്നുള്ളതാണ്. പിടിയല്ലോ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചോദ്യം, ഇൻ ദ ഫിഗർ ടു കോർഡ്സ് എ ബി ആൻഡ് സി ഡി എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് ആൻ എക്സ്റ്റേണൽ പോയിന്റ് പി. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാണുകൾ നീട്ടിയത് പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആംഗിൾ സി is equal to 60 ഡിഗ്രി ഫൈൻഡ് ആംഗിൾ എ ബി ഡി. ആംഗിൾ സി 60 ഡിഗ്രി ആയാൽ ആംഗിൾ എ ബി ഡി എത്ര? ഒന്നാമത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് പി ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. ഈ പ്രൂഫ് ഇത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാവുന്ന ഫിഗറുകൾ നമുക്കറിയാം. ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആൻസർ ചെയ്യാം. ആംഗിൾ സി 60 ഡിഗ്രി ആണെങ്കിൽ ദെൻ ഫൈൻഡ് ആംഗിൾ എ ബി ഡി എന്ന. എ ബി ഡി എവിടെ? എ ബി ഡി. ആംഗിൾ എ ബി ഡി ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? യെസ്, ഇതൊരു എ സി ഡി ബി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലെ? ഒരു വൃത്തത്തിനകത്താണ് ചതുർഭുജം. അതുകൊണ്ട് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സപ്ലിമെന്ററീസ്, എതിർ ശീർഷകോണുകൾ അനുപൂരകങ്ങളായതിനാൽ ഒന്ന് 60, മറ്റേത് 180 - 60 120. സോ എ ക്വസ്റ്റ്യൻ ആംഗിൾ സി is equal to 60 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ ബി ഡി is equal to 180 - 60 that is 120 ഡിഗ്രി. അപ്പൊ ഇത് 120 ഡിഗ്രി എന്ന് കിട്ടി. 120 കിട്ടി. ഇനി അടുത്തതായിട്ട് ഇത് 120 ആണെങ്കിൽ ഇത് എത്രയാണ്?
ലീനിയർ പെയർ വെച്ച് ഇതെത്ര 60, ലീനിയർ പെയർ സം ഓഫ് ആംഗിൾസ് 180 ആകണം, അപ്പോൾ ഇത് 60 ശരിയല്ലേ? ആണ്. ദെൻ ഇത് 60 ആണെങ്കിൽ ഇതെത്ര എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, തൽക്കാലം പറയില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടാൻജൻസ് ആണെങ്കിൽ, അത് ഓർക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ഇത് 60 എന്ന് മാർക്ക് ചെയ്യരുതെന്ന്. കാര്യം ഇത് ടാൻജന്റ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്താൽ ഈക്വൽ വരുന്ന ഒരു കാര്യമുണ്ട്, അത് നിൽക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് എക്സ് എന്ന് കരുതാം. ഇത് എക്സ് ആണെങ്കിൽ ഇതെത്ര? ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ? ശരിയല്ലേ? ആണ്. ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇതും 180 മൈനസ് എക്സ് ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇതും 60 എന്നുള്ള കാര്യം തെറ്റായിട്ട് എഴുതി വെക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എക്സ് എന്ന് എടുത്താൽ ഇതും 180 മൈനസ് എക്സ് ആയിരിക്കും. ഇത് എക്സ് ആയതുകൊണ്ട് ലീനിയർ പെയർ വെച്ച് അപ്പുറം 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, പി എന്ന് പറയുന്നത് എത്രയെങ്കിലും ആട്ടെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് 2 ട്രയാങ്കിൾസ് ആദ്യം കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ്? പി എ സിയും ബി ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ട്രയാങ്കിൾ പി എ സി ആൻഡ് ട്രയാങ്കിൾ പി എ സിയും പിന്നെ ഏതാണ്? പി ഡി ബിയും എടുക്കാം. പി ഡി ബി, പി എ സിയും പി ഡി ബി. എന്തുകൊണ്ടാണ് ഞാൻ എങ്ങനെ പി എ സിയും പി ബി ഡി എന്ന് പറയായിരുന്നെന്ന് മനസ്സിലായോ? കാര്യം ഇവിടെ എ എന്ന് പറയുന്ന ആംഗിള് നമ്മൾ രണ്ടാമത് പറഞ്ഞത് 180 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിലും രണ്ടാമത് പറയുന്നത് 180 മൈനസ് എക്സ് വരത്തക്ക വിധം തന്നെ എഴുതുകയാണെങ്കിൽ നമ്മൾ പ്രൂഫ് എഴുതി പോകുമ്പോൾ യാതൊരു സംശയമില്ലാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. എന്നിട്ട് 3 കാര്യങ്ങൾ, ത്രികോണങ്ങൾ പരിഗണിച്ചിട്ട്, ഒന്നാമത്തെ കാര്യം ആംഗിൾ എ, വലിയ ട്രയാങ്കിളിലെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിലെ ഏത്? ആംഗിൾ പി ഡി ബി. ഇത് ഇതിന് തുല്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഏത്? പി ബി ഡിക്ക് തുല്യമാണ്. ആംഗിൾ പി ബി ഡിക്ക് തുല്യമാണ്. ഓക്കെ, ദെൻ ആംഗിൾ പി എന്ന് പറയുന്നത് കോമൺ ആണ്. മൂന്നാമത്തെ കാര്യം, ആംഗിൾ പി ചെറുതിലുമുണ്ട് വലുതിലുമുണ്ട്. വലിയ ട്രയാങ്കിളിലും ആംഗിൾ പി ഉണ്ട്, ചെറുതിലുമുണ്ട് ആംഗിൾ പി. ആംഗിൾ പി സിക്കൽ ആംഗിൾ പി. അപ്പൊ എന്താ ചെയ്തത്? വലിയ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ ചെറിയ ട്രയാങ്കിളിലെ ഒരു ആംഗിളിന് ഈക്വൽ ആണ്. വലിയ ട്രയാങ്കിളിലെ മറ്റൊരു ആംഗിൾ ചെറിയ ട്രയാങ്കിളിലെ മറ്റൊരു ആംഗിളിന് ഈക്വൽ ആണ്. ദെൻ വലിയ ട്രയാങ്കിളിനെ തേർഡ് ആംഗിള് ചെറുതിലെ തേർഡിന് ഈക്വൽ ആണ്. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ എ സിമിലാരിറ്റി ആണ് പറയാൻ പോകുന്നത്. 2 ആംഗിൾസ് മാത്രം പറഞ്ഞാൽ മതിയാവും. അപ്പൊ ഇതിന്റെ ആവശ്യം നിർബന്ധമില്ല, കോമൺ ആണ് എന്നുള്ളത്. ഇത് പറഞ്ഞില്ലെങ്കിൽ അത് മറ്റേ പറഞ്ഞാലും മതി, കോമൺ ആണെന്നുള്ളത് നിർബന്ധം പറയണമെന്നില്ല. 2 ആംഗിൾസ് പറഞ്ഞു. therefore ട്രയാങ്കിൾ ഏതൊക്കെ? പി എ സി സിമിലർ ടു ട്രയാങ്കിൾ പി ഡി ബി. ഏതൊക്കെ? പി എ സി. പി എ സി എന്ന് പറഞ്ഞപ്പോൾ ചെറുത് പി ഡി ബി തന്നെ പറയണം. കാരണം ഫസ്റ്റ് ലെറ്റർ പി, സെക്കൻഡിലെ ഫസ്റ്റ് ലെറ്റർ പി രണ്ടും സെയിം ആണ്. ഫസ്റ്റിലെ എ, സെക്കൻഡിലെ ഡി രണ്ടും സെയിം ആണ്. ഫസ്റ്റിലെ സി, സെക്കൻഡിലെ ബി രണ്ടും സെയിം ആണ്. ആ രീതിയിൽ പറയണം. ഇതിന് റീസൺ എഴുതുക. എ സിമിലാരിറ്റി, എ സദൃശ നിയമം, എ സിമിലാരിറ്റി എന്ന് എഴുതാം. ഇഫ് 2 triangles are similar, 2 ത്രികോണങ്ങൾ സദൃശമായാൽ കറസ്പോണ്ടിങ് പാർട്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. ഇഫ് 2 triangles are similar, കറസ്പോണ്ടിങ് പാർട്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. 2 ത്രികോണങ്ങൾ സദൃശമായാൽ അവയുടെ സമാന ഭാഗങ്ങൾ ആനുപാതികമായിരിക്കും. അതുകൊണ്ട് ഈ കറസ്പോണ്ടിങ് പാർട്സ് ആണ് പി എ ബൈ ഇവിടെ പി ഡി ഈസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റും തേർഡും ലെറ്റർ പി സി ബൈ ഫസ്റ്റും തേർഡും ലെറ്റർ പി ബി. റീസൺ എന്താണ് എഴുതുക? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ ഇൻ പ്രൊപ്പോർഷൻ. സദൃശ ത്രികോണങ്ങളുടെ സമാന ഭാഗങ്ങൾ ആനുപാതികമാണ്. therefore ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ തന്നെ മറ്റ് ഫിഗറുകൾ ചോദിച്ചാലും, അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇന്റർസെക്ടിങ് ഇൻസൈഡ് ദ സർക്കിൾ എന്ന് പറയുന്നത്, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. പ്രിയ കുട്ടികളെ, ചെറിയ അശ്രദ്ധ മൂലം ചെറിയ പാളിച്ച സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ 4ാമത്തത്. എന്താണെന്ന് പറഞ്ഞുതരാം. ചിത്രത്തിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. 3 ആംഗിൾസ് ആർ ഗിവൺ.
Then first one, find the angle D. കോൺ D യുടെ അളവ് എത്ര? Second, if we draw a circle with AC as diameter, where is the position of D? AC വ്യാസമാക്കി ഒരു വൃത്തം വരച്ചാൽ D യുടെ സ്ഥാനം എവിടെയായിരിക്കും? വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിൽ തന്നെയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അബദ്ധം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആണ്. ഇത് AC ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു വൃത്തം വരച്ചാൽ ഈ D 90 ആണെങ്കിൽ വൃത്തത്തിലെ പോയിന്റ് ആണ്, 90യേക്കാൾ കുറവാണെങ്കിൽ പുറത്തു പോകും, 90യേക്കാൾ വലുതാണെങ്കിൽ അകത്തു വരും എന്നുള്ള ചോദ്യം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ധൃതി പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവും. ഇത് 60, സോ ദിസ് ഈസ് 180 - 60 120 എന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കരുത്. മനസ്സിലായോ കാര്യം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകാൻ സാധ്യതയുള്ള തെറ്റാണ്. 60 കാണുമ്പോൾ വേഗം ഓപ്പോസിറ്റ് 180 - 60 = 120 എന്ന് എഴുതി വെക്കാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾ ഡി എന്ന് പറയുന്നത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വൃത്തം വരച്ചിട്ടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് സോ ആംഗിൾ ഡി എന്ന് പറയുന്നത് 360യിൽ നിന്ന് മറ്റ് 3 ആംഗിൾസ് ആയ 110ഉം 100ഉം 60ഉം കൂടെ കുറച്ചാൽ കിട്ടുന്നതാണ്. 360ൽ നിന്ന് എത്ര? 110ഉം 100ഉം 210ഉം 60ഉം 270 കുറച്ചാൽ കിട്ടുന്ന 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി അങ്ങനെ 90 എന്ന് കിട്ടി, 120 അല്ല. നമ്മൾ വേഗം എഴുതി വെക്കുന്നത് 120 ഡിഗ്രി എന്ന് കിട്ടിയിട്ട് സോ ദിസ് പോയിന്റ് ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് AC ആസ് ഡയമീറ്റർ, AC വ്യാസമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരച്ചാൽ എന്ത് പറ്റും? ഡി ആംഗിൾ ഡി = 90 ഡിഗ്രി. ആംഗിൾ ഡി 90 ഡിഗ്രി ആയതുകൊണ്ട് എന്തു പറ്റും? ഇങ്ങനെ പോവും അല്ലെ? ഇങ്ങനെ പോവും വൃത്തം. ഇങ്ങനെ ആയിരിക്കും വൃത്തത്തിന്റെ പോക്ക് അല്ലെ? എങ്ങനെ? ഡി ഈസ് ഓൺ ദ സർക്കിൾ. ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഡി എന്നത് വൃത്തത്തിന് പുറത്തുള്ള വൃത്തത്തിൽ തന്നെയുള്ള ഒരു ബിന്ദുവാണ്. നമുക്ക് വരച്ചും കൂടെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ക്ലിയർ ആയിരിക്കും. മനസ്സിലായല്ലോ? പ്രിയ കുട്ടികളെ, 5ാമത്തെ ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ഒരു ക്ലാസ്സിൽ കൂടി നമുക്ക് സർക്കിൾസിലെ ഏതാനും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാവുന്നതാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതാണ്. ചോദ്യം 2 ടൈപ്പ് ചോദ്യങ്ങൾ ഞാനിവിടെ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ചിലപ്പോൾ PA × PB = PC × PD എന്ന പ്രൂഫ്, PA × PB = PC × PD എന്ന പ്രൂഫ് ചോദിച്ചിട്ടായിരിക്കാം ഈ ചോദ്യം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ആ പ്രൂഫും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പ്രൂഫ് പോലെ പഠിക്കേണ്ടതാണ്. ഇനി ചോദ്യം A, ഇഫ് PA = 8 സെന്റിമീറ്റർ, AB = 14 സെന്റിമീറ്റർ. AB ഈസ് 14, AB ആണ് 14 സെന്റിമീറ്റർ. അപ്പോൾ PB എത്ര? 14ൽ നെട്ട് കുറച്ചാൽ 6 ആൻഡ് PD = 12. PD = 12. ഫൈൻഡ് PC. ഇതാണ് ആദ്യത്തെ ചോദ്യം. 2 ഞാണുകൾ ABCD എന്നീ 2 ഞാണുകൾ വൃത്തത്തിനകത്തെ Pയിൽ ഖണ്ഡിക്കുന്നു എങ്കിൽ ചോദ്യം ഒന്നാമത്തത് PC കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. PA × PB = PC × PD. എത്രയൊക്കെ? 8 × 6 is equal to PC അറിയില്ല, ഇൻറ്റു PD 12 ആണ്. സോ PC കാണാനായിട്ട് നമ്മൾ 8 × 6/12 ചെയ്യും. കട്ട് ചെയ്യാം. 2 കിട്ടി. 8/2 4. Therefore PC is equal to 4 സെന്റിമീറ്റർ എന്നുള്ള ആൻസർ വളരെ എളുപ്പം കിട്ടും ഇങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിൽ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ഇതുപോലെയല്ല, അല്പം വ്യത്യസ്തമാണ്. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിൽ തന്നിരിക്കുന്ന PA 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, AB 14 അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ദെൻ CD 16 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. PD അല്ല, PC അല്ല, പിന്നെന്താണ്? CD ആണ്. CD ഇതാണ് 16 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ എഴുതാം. PA × PB = PC × PD തന്നെ നമുക്ക് എഴുതാം. എന്നിട്ട് PA യുടെ വിലയായ 8 × PB യുടെ വില 6 ആണ് = PC അറിയാമോ? ഇല്ല. PD അറിയാമോ? ഇല്ല. അതും ഇതും 2 വിലകളും അറിയാതെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ X എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ PC നമുക്ക് അല്ലെങ്കിൽ PD ഏതെങ്കിലും ഒരെണ്ണം X എന്ന് എടുക്കാം. PC X എന്ന് എടുത്തു. PC X ആണെങ്കിൽ PD എത്രയായിരിക്കും? കാരണം CD 16 ആണ്, CD 16 ആണ്. CD 16 ആണ്. CP എന്നത് PC എന്നത് X ആണെങ്കിൽ ബാക്കി 16 - X അല്ലേ ആണ്.
അപ്പോൾ നമുക്ക് ഇവിടെ പി സി ഇസിക്കൽ ടു എക്സ് ആൻഡ് പി ഡി എന്നത് 16 മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? ഏത് സന്ദർഭത്തിലാണെന്ന് തൊട്ടു മുൻപത്തെ ചോദ്യത്തിൽ നമുക്ക് എക്സ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അവിടെ പി ഡി എന്ന അളവ് അറിയാമായിരുന്നു, ഒരളവ് അറിയാമായിരുന്നു, ഒരു അൺനോൺ വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അറിയില്ലാത്തതായിട്ട് ഒരു വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് വിലകൾ അറിയാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എക്സ് എടുത്ത് ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു 16 മൈനസ് എക്സ് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6×8 ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു എക്സ് 16x, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് ആണ്. ഇനി എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറം ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പോസിറ്റീവ് എക്സ് സ്ക്വയർ ആയി. 16x ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലാണ്, ഇടതുവശത്തേക്ക് വന്നപ്പോൾ മൈനസ് 16x ആയി. ഈസ് ഈക്വൽ ടു 48 ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു, നെഗറ്റീവ് 48. മനസ്സിലായോ? ഇനി അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറം വന്നു, പ്ലസ് എക്സ് സ്ക്വയർ ആയി. 16x മൈനസ് ആയി, 48 അപ്പുറം പോയപ്പോൾ മൈനസ് 48 ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സ് സ്ക്വയർ മൈനസ് 16x ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 48ന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്യുക, എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര ആഡ് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് 16ന്റെ പകുതി 8, 8ന്റെ സ്ക്വയർ 64 ഇവിടെ ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിലും 64 ആഡ് ചെയ്യുക. അറിയാമല്ലോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് 16, അതിന്റെ ഹാഫ് 8, നെഗറ്റീവ് 8, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് 64, 8 സ്ക്വയർ, അത് ഇവിടെയും ആഡ് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാകും. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയെന്നൊക്കെ അറിയാവുന്നതാണ്. എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ ഈസിക്കൽ ഇതോ 64ൽ നിന്ന് 48 കുറക്കുക, എത്ര കിട്ടും? 16 അല്ലെ? 16 കിട്ടി. ഈസിക്കൽ ടു 16. എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 സ്ക്വയർ. ദെൻ ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ടിടത്തും സ്ക്വയർ പോകുമെന്ന് പറഞ്ഞു. എക്സ് മൈനസ് 8 ഈസിക്കൽ ടു പ്ലസ് ഓർ മൈനസ് 4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടെണ്ണം, ഒരെണ്ണം പ്ലസ് ആയിട്ടും ഒരെണ്ണം മൈനസ് ആയിട്ടും എഴുതും. ഏതൊക്കെയാണ്? എക്സ് മൈനസ് 8 ഈസിക്കൽ ടു പ്ലസ് 4, എക്സ് മൈനസ് 8 ഈസിക്കൽ ടു മൈനസ് 4. രണ്ടായിട്ട് എഴുതിയിട്ട് എക്സ് ഈസിക്കൽ ടു 4 പ്ലസ് 8 12 ഒരു വാല്യൂ കിട്ടും. എക്സ് ഈസിക്കൽ ടു മൈനസ് 8 പോകുമ്പോൾ പ്ലസ് 8 ആവും, മൈനസ് 4 അവിടെ തന്നെ ഉണ്ട്. എക്സ് ഈസിക്കൽ ടു 4 മറ്റൊരു വാല്യൂ കിട്ടും. സോ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി സി. അപ്പൊ പി സിയുടെ വില ഒന്നുകിൽ 12, പി സിയുടെ വില 12 ആണെങ്കിൽ ഇവിടെ 4 ആകും പി ഡി. പി സിയുടെ വില 4 ആണെങ്കിൽ പി ഡിയുടെ വില 12 ആണ്. സോ വാല്യൂ ഓഫ് പി സി 12 or 4. ഓക്കെ, അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ക്ലാസ് കണ്ടതിന് വളരെ നന്ദി.